വീണ്ടും ഒരു പുതിയ പെന്തക്കോസ്ത് തിരുനാൾ കടന്നു വരികയാണ്. സഭയിൽ പരിശുദ്ധാത്മാവിനെ ധ്യാനിക്കുന്ന സമയമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് മാമോദിസ എന്ന കുദാശയിലൂടെയാണ്. മാമോദിസയിലൂടെ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്ഥിരപ്പെടുത്തുന്നത് അത് സ്ഥൈര്യലേപനം അഥവാ തൈലാഭിഷേക ശുശ്രൂഷയുടെ കുദാശയിലൂടെയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമ്മെ ക്രിസ്തുവിൻ്റെ ഒരു പടയാളിയാക്കി മാറ്റുന്ന ആ ഒരു കുദാശയാണ് തൈലാഭിഷേക കുദാശ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരനെ, ഇറാഖിലെ കുറച്ച് ഇസ്ലാമിസ്റ്റ് ഭീകരർ അവിടെയുള്ള ദേവാലയത്തിലേക്ക്, ക്രൈസ്തവ ദേവാലയത്തിലേക്ക് ഇരച്ചു കയറി ഓരോരുത്തരെയും കൊന്നെടുക്കുമ്പോൾ അവിടെ മുമ്പിൽ നിന്നിരുന്ന കുഞ്ഞുങ്ങളോട് യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തോക്ക് തലയിൽ വെച്ച് അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മരിച്ചാലും ഞങ്ങൾ യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയില്ല എന്ന് സാക്ഷ്യപ്പെടുത്തി അവർ തോക്കിൻ്റെ വെടിയുണ്ടയാൽ മരണപ്പെട്ടു എന്നുള്ളൊരു സാക്ഷ്യം ഇറാഖിൽ ശുശ്രൂഷ ചെയ്ത് ഒരു വൈദികൻ നാട്ടിൽ വന്നപ്പോൾ പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് ആ കുഞ്ഞിന് തോക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും യേശുക്രിസ്തുവിനോട് നോ പറഞ്ഞ് മതം ഉപേക്ഷിക്കാൻ പറയാത്തവണ്ണം അവൻ്റെ ഉള്ളിൽ ശക്തി ലഭിച്ചത്? പരിശുദ്ധാത്മാവ് സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ നൽകുന്ന പുതിയൊരു പടയാളിയാക്കി മാറ്റുന്ന സ്ഥൈര്യത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ആ കുഞ്ഞിനോട് മരണത്തിൻ്റെ മുമ്പിലും കർത്താവിനെ കൈവിടില്ല എന്ന് പറയിപ്പിച്ചത്. ഇതാണ് സ്ഥിരതയുടെ ആത്മാവെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ഥൈര്യലേപന ശുശ്രൂഷ, തൈലാഭിഷേക ശുശ്രൂഷ എന്ന് പറയുന്നത് ബൈബിൾ അധിഷ്ഠിതമാണോ? നമുക്ക് പരിശോധിക്കാം. എന്താണ് ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം? ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം, ക്രൈസ്തവൻ എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. കത്തോലിക് സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: ക്രിസം അഥവാ തൈലം, തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവൻ ആരാണോ അവനാണ് അഭിഷിക്തൻ, ക്രൈസ്തവൻ. മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഈശോ മിശിഹ, ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഈ ക്രൈസ്റ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം, ക്രിസ്ത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ തർജ്ജമ ചെയ്യാറുണ്ട്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നത് ക്രിസ്തും കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവൻ ആരോ അവനാണ് ക്രിസ്ത്യാനി എന്നാണ്. ഈ ഒരു തൈലാഭിഷേക ശുശ്രൂഷ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? ഈ ഒരു കൈവെപ്പ് ശുശ്രൂഷ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? ബൈബിളിൽ കൈവെപ്പ് എന്ന് പറയും. 3 തരം കൈവെപ്പുകളെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ കൈവെപ്പ്, മാമോദിസ കഴിഞ്ഞ ഏതൊരു വ്യക്തിയുടെയും ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതാണ് കൈവെപ്പ്. ഒന്നാമത്തെ കൈവെപ്പ് ബൈബിളിൽ കാണാൻ സാധിക്കും. ബൈബിളിൽ കാണാവുന്ന രണ്ടാമത്തെ കൈവെപ്പ് ശുശ്രൂഷ എന്ന് പറയുന്നത് അഭിഷേകം, തിരുപ്പട്ട ശുശ്രൂഷയിലേക്കുള്ള അഭിഷേകം ചെയ്യുന്ന ഒരു കൈവെപ്പ് ശുശ്രൂഷയാണ്. അപ്പസ്തോലന്മാർ ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. കൈവെപ്പ് ശുശ്രൂഷ. ഇനി മൂന്നാമതൊരു കൈവെപ്പും കൂടിയുണ്ട്. അത് യാക്കോബിന്റെ ലേഖനത്തിൽ കാണാൻ സാധിക്കുക. രോഗികളായ വ്യക്തിയുടെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ. ഇതാണ് സഭയിൽ ഇന്ന് കാണുന്ന സ്ഥൈര്യലേപനം, തിരുപ്പട്ടം, രോഗിലേപനം എന്നീ 3 കൈവെപ്പ് ശുശ്രൂഷകൾ. അപ്പോൾ ഈ 3 ഉദാശകളും ബൈബിൾ അധിഷ്ഠിതമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് പ്രവഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് കൈവെപ്പ് ശുശ്രൂഷ. വലത് കൈ എന്നത് പരിശുദ്ധാത്മാവിന് അടയാളമായിട്ട് പറയുക. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് നിർത്തിയതിനു ശേഷം, ഉയർപ്പിന് ശേഷം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ ഇപ്രകാരം പറയുക: ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരുടെ അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് നിർത്തി അവരുടെ മീതെ ഊതിക്കൊണ്ട്, നിശ്വസിച്ചുകൊണ്ട് അവരോട് പറയുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എപ്പോഴാണ്?
ഈ ഒരു വിശ്വാസം നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത്. ദൈവം ആദത്തെ മണ്ണുകൊണ്ട് മെനഞ്ഞ് അവന് നാസാരന്തരങ്ങളിൽ നിശ്വസിച്ചുകൊണ്ട് അവർക്ക് ജീവന്റെ ശ്വാസം നൽകി. ഇതുപോലെ വീണ്ടും തന്റെ ശിഷ്യന്മാരെ ദൈവം നിശ്വസിക്കുകയാണ്, റൂഹായ നൽകുകയാണ്. പിന്നീട് സഭയിൽ മാമോദിസ കഴിഞ്ഞ ഏതൊരു വ്യക്തിയെയും, മാമോദിസ കഴിഞ്ഞ ഉടനെ തന്നെ അപ്പോസ്തല പ്രവർത്തനം പ്രത്യേകം കാണാൻ സാധിക്കും, മാമോദിസ കഴിഞ്ഞ വ്യക്തിയെ കൈവെപ്പ് നൽകിക്കൊണ്ട് ഈ സൈലേബൽ ശുശ്രൂഷ, കൈവെപ്പ് നൽകുന്ന ശുശ്രൂഷ നടത്തുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 14 മുതലുള്ള വചനങ്ങളിലെ ഇപ്രകാരം നമ്മൾ കാണുകയാണ്. ഡീക്കന്മാരിൽ ഒരാളായ സ്തെഫാനോസ് കഴിഞ്ഞ അടുത്ത വ്യക്തി ഫിലിപ്പോസിന്റെ ശുശ്രൂഷകൾ അവിടെ കാണുകയാണ്. സഭാസമൂഹം ചിതറിക്കപ്പെട്ടപ്പോൾ ഫിലിപ്പോസ് സമറിയായിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു, അത്ഭുത പ്രവൃത്തികൾ ചെയ്തു. ഇത് കണ്ട് അനേകർ ക്രിസ്തുവിനെ വിശ്വസിച്ചു. അവർക്കെല്ലാം ഫിലിപ്പോസ് മാമോദീസ നൽകി, ജ്ഞാനസ്നാനം നൽകി. ഇവർക്ക് കയ്യൊപ്പ് ശുശ്രൂഷ നൽകണം. എന്നാൽ ഡീക്കനായ ഫിലിപ്പോസിന് അതിനുള്ള അനുമതിയില്ല. ലത്തീൻ സഭയിലൊക്കെ മെത്രന്മാർ നേരിട്ട് വന്നിട്ടാണ് സ്ഥൈര്യലേപനം നൽകുന്നത്. സീറോ മലബാർ സഭയിൽ മെത്രാൻ റൂഷ്മ ചെയ്ത മൂറാം തൈലം കൊണ്ടാണ് വൈദികർ സ്ഥൈര്യലേപന ശുശ്രൂഷ നൽകുന്നത്. അപ്പോൾ ഇവിടെ ഫിലിപ്പോസ് മാമോദിസ നൽകിയതിനു ശേഷം സ്ഥൈര്യലേപനം നൽകുന്നതിന് വേണ്ടി ജെറുസലേമിലുള്ള മെത്രാന്മാരെ അറിയിക്കുക. അപ്പോൾ അവർ മാർപ്പാപ്പയെയും മെത്രാനായ യോഹന്നാനെയും അവരടുത്തേക്ക് അയക്കുക. പത്രോസും യോഹന്നാനും അവരടുത്തേക്ക് വന്നു. നമുക്ക് വചനം കേൾക്കാം. സമറിയക്കാർ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനൊരു ശുശ്രൂഷ ആദിമ സഭയിലുണ്ട്. മാമോദിസ കഴിഞ്ഞതിന് ശേഷം അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവരുടെ മേൽ കൈവെപ്പ് നൽകുന്ന ഒരു ശുശ്രൂഷ ആദിമ സഭയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെ അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തിലെ സ്നാപകന്റെ ശിഷ്യന്മാരെ പൗലോസ്ലീഹ മാമോദിസ നൽകുകയും തുടർന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവരുടെ മേൽ കൈകൾ വെക്കി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിന്റെ മേൽ വരികയും ചെയ്തു എന്ന് നമുക്ക് വായിക്കുന്നുണ്ട്. മാമോദിസ കഴിഞ്ഞ ഏതൊരു വ്യക്തിയുടെയും അർഹതപ്പെട്ട കുദാശയാണ് സ്ഥൈര്യലേപനം എന്ന കുദാശ. അതുകൊണ്ടാണ് സീറോ മലബാർ സഭയിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കഴിഞ്ഞ ഉടനെ തന്നെ സ്ഥൈര്യലേപനം നൽകുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്ഥിരപ്പെടുത്തുന്ന, അഭിഷേകം ചെയ്യുന്ന സ്ഥൈര്യലേപനം അഥവാ തൈലാഭിഷേകം എന്ന ശുശ്രൂഷ അപ്പോസ്തല പ്രവർത്തനങ്ങളിലുണ്ട്, ആദിമ സഭയിലുണ്ട്. അത് ഇന്നും നമ്മുടെ സഭയിൽ തുടർന്നു വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ പറ്റി ഘോരഘോരം പ്രഘോഷിക്കുന്ന പല സഭകളുമുണ്ട്. കത്തോലിക്ക സഭ വിട്ടുപോയുള്ള പല സഭകളും ഇങ്ങനൊരു ശുശ്രൂഷയെ പറ്റി അറിയുക പോലുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭ വിട്ടുപോകുന്ന ഓരോ വ്യക്തിക്ക് നഷ്ടമാകുന്നത് സ്ഥൈര്യലേപനം എന്ന പരിശുദ്ധാത്മാവിന്റെ കൈവെപ്പിന്റെ ശുശ്രൂഷയാണെന്നുള്ള കാര്യം മറക്കരുത് എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ഈ ഒരു ശുശ്രൂഷയിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയെയും കടന്നു വന്ന് സ്ഥിരപ്പെടുത്തുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.